ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ബിസിനസ്സിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ പറയുന്നത് സീരിയസ് മാറ്ററാണ്. അത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. അത് ഞാൻ കളിതമാശയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്നോട് ട്രസ്റ്റ് പോവുക ചെയ്യാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫണ്ണും വേണം. അങ്ങനെയുള്ള ഒതൻറ്റിക് ഫൺ റിലേറ്റബിൾ കോണ്ടൻസിനാണ് കൂടുതൽ റീച്ച് ഉണ്ടാവുക. ആ ഒരു തോട്ട് പ്രോസസ്സിനാണ് BTS വീഡിയോസ് അല്ലെങ്കിൽ ടീമിൻ്റെ ഫൺ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ കൾച്ചർ വീഡിയോസിൽ മാത്രം പോസിറ്റീവും ഇൻസൈഡിൽ പോസിറ്റീവും അല്ലാത്ത കമ്പനീസിനെ എനിക്ക് ഒരുപാട് അറിയാം. ലൈക്ക് വെരി വെരി പോപ്പുലർ ഇൻ ദെയർ കൾച്ചർ പേജ് ബട്ട് നോട്ട് സോ പോപ്പുലർ ഇൻസൈഡ് കൾച്ചർ കമ്പനീസ്. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഒരു നമ്മളെ ഇവിടുത്തെ ഒരു കൾച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പറയുകയാണെങ്കിൽ I am very workaholic person, but at the same time I'm constantly like thinking, am I being rude to this person? Rude avunillalo. Like you just have to empathize or matte person's പെർസ്പെക്റ്റീവ് ഒന്നും കൂടി ജസ്റ്റ് ചിന്തിക്കാന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം ഐ എം ഓൾസോ റണ്ണിങ് എ കമ്പനി. അതും ഉണ്ടാവും, രണ്ട് സൈഡും ഉണ്ടാവും. സോ ഫോർ മീ വാട്ട് ഐ വുഡ് സേ ഈസ്, എനിക്ക് ആൾക്കാർ തരുന്നൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ, യു ഡോണ്ട് ഹാവ് ടു ബി സോ ഫ്രണ്ട്ലി ടു യുവർ ടീം മേറ്റ്സ്. കൂടുതൽ ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ അവർ തലയിൽ കയറും, പിന്നെ അവർ വർക്ക് ചെയ്യൂല എന്നൊക്കെ ഇങ്ങനെ പറയും. സോ ദെൻ ഐ വുഡ് തിങ്ക് വെൻ ഐ എം വർക്കിംഗ് വാട്ട് കൈൻഡ് ഓഫ് വർക്ക് അറ്റ്മോസ്ഫിയർ ഐ വാണ്ടഡ്. അപ്പം അവിടെ അങ്ങനെ കിട്ടിയില്ലെങ്കിലാണ് ഞാൻ ഡീമോട്ടിവേറ്റഡ് ആവുക വർക്ക് ചെയ്യാനും. ഇവർ കുറേ കാശുണ്ടാക്കാൻ വേണ്ടി കമ്പനി തുറന്നു വെച്ച് നമുക്ക് എന്താണ് എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ദി അതർ വേ അറൗണ്ട്. ദ കമ്പനി ഈസ് ദെയർ ബിക്കോസ് യു ഗൈസ് ആർ ദെയർ. ഇറ്റ്സ് ആക്ച്വലി ഒരു സൈഡ് വീക്കായി കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. സോ ദ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു ബിൽഡ് എ കൾച്ചർ ദാറ്റ്സ് ഗുഡ് ആൻഡ് ദെൻ ബിൽഡ് കൾച്ചർ വീഡിയോസ്.